ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ RRBയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പല സ്റ്റുഡൻസും നമ്മളോട് ചോദിച്ചിരുന്നു അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ RRBയുടെ എക്സാംസിന് എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ അറിയാമല്ലേ, നമുക്ക് RRBക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും, അതായത് പല സോൺ വൈസായിട്ടാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് വരിക. അപ്പം RRBക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സോണിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതായത് നമ്മളിപ്പം ഏത് സോണിലേക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സോണിന്റെ വെബ്സൈറ്റിൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു RRBയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് RRB ചെന്നൈ. അപ്പൊ RRB ചെന്നൈയുടെ വെബ്സൈറ്റിൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം RRB ചെന്നൈയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ RRB ചെന്നൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെയുള്ള ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് നമ്മുടെ പോസ്റ്റുകളൊക്കെ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ഈ സെൻ 03 കേട്ടോ, സെൻ 03/2025 എന്ന കാറ്റഗറിയിലാണ് ഈ റിക്രൂട്ട്മെന്റ് ഓഫ് പാരാമെഡിക്കൽ കാറ്റഗറീസ് ഒക്കെ വരുന്നത്. സോ അതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ അല്ലെ, ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതിൽ പ്രധാനമായിട്ടും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ നോക്കിയാൽ ഒന്ന് ലോഗിൻ ഓപ്ഷനും രണ്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ കഴിഞ്ഞ വർഷം, അതായത് 2024 കഴിഞ്ഞ RRB എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ലോഗിൻ ഓപ്ഷൻ വഴി അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഈ വർഷത്തെ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇൻ കേസ് നിങ്ങൾ കഴിഞ്ഞ എക്സാം അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കേട്ടോ, ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ എങ്ങനെയാണ് നമ്മൾ ന്യൂ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതായത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കേട്ടോ, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതിൽ നമ്മുടെ നാഷണാലിറ്റി നമ്മൾ കൊടുക്കുക, അതായത് നാഷണാലിറ്റി കൊടുക്കുക. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവും. ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് നാഷണാലിറ്റി ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതായത് പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. അതിൽ ആദ്യമായിട്ട് നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക. അപ്പോൾ ഫുൾ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതിന് പ്രകാരം തന്നെ നമ്മൾ ഫുൾ നെയിം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എന്താണോ നമ്മുടെ പേരുള്ളത് അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫുൾ നെയിം നമ്മൾ എൻ്റർ ചെയ്യുക. അഗെയിൻ നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ റീടൈപ്പ് ഫുൾ നെയിം ഓപ്ഷൻ ഉണ്ട്. അവിടെയും നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഹാവ് യു എവർ ചേഞ്ച് യുവർ നെയിം എന്നുള്ളതാണ്. അവിടെ നമ്മൾ നോ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അഗെയിൻ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അഗെയിൻ ഇവിടെ റീടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ സെലക്ട് ജെൻഡർ കൊടുക്കുക. അഗെയിൻ ഇവിടെ ജെൻഡർ ഒന്നുകൂടെ റീസെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് അഗെയിൻ അതുപോലെ ഫാദേഴ്സ് നെയിം ഒന്നുകൂടെ റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മദേഴ്സ് നെയിം കൊടുക്കുക. അഗെയിൻ മദേഴ്സ് നെയിം റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക നമ്മുടെ ഇമെയിൽ അഡ്രസ്സും കൂടാതെ മൊബൈൽ നമ്പറുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് ഇമെയിൽ അഡ്രസ്സും നമ്മുടെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആക്സസ് ഉള്ള ഇമെയിൽ അഡ്രസ്സും ആക്സസ് ഉള്ള ഒരു ഇന്ത്യൻ മൊബൈൽ നമ്പറും കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൽ ID-യിലേക്കും ആ മൊബൈൽ നമ്പറിലേക്കും ഒരു OTP വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതായത് ജനറേറ്റ് ഇമെയിൽ OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം മെയിലിൽ നമുക്ക് OTP വരുന്നുണ്ടാവും. സോ ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അഗെയിൻ മൊബൈൽ OTP ജനറേറ്റ് ചെയ്യുക. അഗെയിൻ ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്രിയേറ്റ് പാസ്വേഡ് ആണ്. അപ്പം നമ്മുടെ അക്കൗണ്ടിന് ആവശ്യമായിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഒരു കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ വേണം, കൂടാതെ സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം, കൂടാതെ നമ്പേഴ്സ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അഗെയിൻ ഇവിടെ നമ്മുടെ പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ക്യാപ്ച കൊടുക്കുക, അതായത് ഐ എം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ആ ക്യാപ്ചയെ കൂടെ കൊടുക്കുക കേട്ടോ. ആ ക്യാപ്ചയെ കൂടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കേട്ടോ. പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുക.
നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വെരിഫിക്കേഷൻ ആണ്. അതായത് സാധാരണ ഈ എക്സാമിന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ്. ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് വരിക. കാരണം വെരിഫിക്കേഷൻ എന്താണെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പൊ ഇൻ കേസ് നമ്മൾ വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് കൊടുത്തില്ല എങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ്, അതായത് നമ്മുടെ പാൻ നമ്പർ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രൽ ഐഡി വെരിഫിക്കേഷൻ, അങ്ങനെ ബാക്കിയുള്ള വെരിഫിക്കേഷനിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഏറ്റവും ഈസി എന്ന് പറയുന്നത് നമുക്ക് ആധാർ വെരിഫിക്കേഷൻ കൊടുക്കുന്നത് തന്നെയാകും. സോ നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അഗെയിൻ നമുക്ക് ഒരു OTP വെരിഫിക്കേഷൻ വരും. അപ്പൊ ഇവിടെ ഈ ജനറേറ്റ് ആധാർ OTP കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നമ്മുടെ OTP വരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അതിനുശേഷം ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതായത് നമ്മൾ കൊടുത്ത എല്ലാ ഇൻഫർമേഷനും എൻ്റർ ചെയ്തിട്ട് വരുന്ന ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി കിട്ടുക. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം ഉണ്ടാകും, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാകും, നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഫോർ ഒതന്റിക്കേഷൻ, അതായത് ഫുൾ നെയിം ആസ് പെർ ആധാർ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ ആധാർ കാർഡ്, പിന്നെ ജെൻഡർ ഉണ്ടാവും. അതുകൂടാതെ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഐ ഹാവ് റീചെക്ക് ദ അബൌവ് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിലിമിനറി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഈ ഒരു കാര്യമാണ് ബേസിക്കലി ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ 2024 എക്സാം എഴുതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുവഴി അതായത് ഈ ഒരു ഓപ്ഷൻ വഴി ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇതുവഴി നിങ്ങളുടെ പഴയ, അതായത് നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം എൻ്റർ ചെയ്ത ആ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുകയും അതുവഴി നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനും കഴിയും കേട്ടോ. അപ്പം ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ രണ്ട് കാറ്റഗറിയിലെ കാൻഡിഡേറ്റ്സിനും ഉള്ളതാണ്. അതായത് നമ്മുടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും കൂടാതെ ന്യൂ കാൻഡിഡേറ്റ്സിനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ വഴി അല്ലെങ്കിൽ ഈ ഒരു ഹോം പേജ് വഴി നമ്മൾ നമ്മുടെ RRB അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. സപ്പോസ് പലരും ഒക്കെ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ഫർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുക കേട്ടോ. അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. കൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ ഈ ഒരു ക്യാപ്ച കൂടെ കൊടുക്കുക, ഐ ആം നോട്ട് എ റോബോട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ നിങ്ങളുടെ മെയിൽ ID-യിലേക്ക് നിങ്ങൾക്ക് ഒരു 2 ഫാക്ടർ ഒതന്റിക്കേഷൻ വരും. സോ ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യേണ്ട കാര്യമാണ്. ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് ഒക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ ആ ലോഗിൻ പേജിൽ തന്നെ നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇനി നമുക്ക് ശരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതായിട്ടാണ് വരിക. സോ ഈ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് കേട്ടോ, ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി കിട്ടുക. അതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കേട്ടോ, ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതായത് സെൻ നമ്പർ 03/2025 പാരാമെഡിക്കൽ കാറ്റഗറീസ്. അതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് നമുക്കറിയാം, August 9th ആയിരുന്നു. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് September 8th ആണ്. സോ അതിൽ ഇനിയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വരിക കേട്ടോ. നോക്കിയേ, സെലക്ട് ദ RRB ഫോർ വിച്ച് യു വിഷ് ടു അപ്ലൈ. ഏത് RRB-യിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു, ഏത് സോൺ ആണ് സേഫ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു സോണിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് ഓപ്ഷൻസ് കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഐ ആം നോട്ട് കറന്റ്ലി ഡിബാർഡ് ബൈ എനി RRB. ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് കെയർഫുള്ളി റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ സെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ കേട്ടോ, നെക്സ്റ്റ് ഓപ്ഷൻ കൂടെ കൊടുക്കുക. പിന്നെ ഈ ഒരു കാര്യം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ ആധാർ വെരിഫൈഡ് ആയിരിക്കും നമ്മുടെ അക്കൗണ്ട്. സോ അക്കൗണ്ട് ഈസ് വെരിഫൈഡ് വിത്ത് ആധാർ. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഓൾറെഡി പ്രീ ഫിൽഡ് ആയിട്ടായിരിക്കും ഇവിടെ വരിക കേട്ടോ. നമുക്ക് ആകെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് മെരിറ്റൽ സ്റ്റേറ്റസ്. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് മെരിറ്റൽ സ്റ്റേറ്റസ് അൺമാരിഡ് ആണോ മാരിഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ റിലീജിയൻ ആണ്, അത് അഗൈൻ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മദർ ടങ്ങും ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന നമ്മുടെ കാറ്റഗറി ഡീറ്റെയിൽസ് ആണ്. ലൈക്ക് നോക്കിയേ, എക്സ് സർവീസ് മാൻ ഡീറ്റെയിൽസ്, ആർ യു ആൻ എക്സ് സർവീസ് മാൻ, അത് ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ
സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന് കൃത്യമായി അതായത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇതില് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ബാക്ക്വേർഡ് ക്ലാസ്സിന് പ്രത്യേകിച്ച് നമുക്ക് റിസർവേഷൻ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. ഉള്ളി നമുക്ക് ഫീ കൺസെഷൻ കേട്ടോ, ഫീ കൺസെഷൻ മാത്രമേ വരുന്നുള്ളൂ. അതുകൂടാതെ തന്നെ നമ്മുടെ ഇൻ കേസ് നമ്മൾ സെലക്ട് ആയി പോകുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഈ EBCയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് അപ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ റിജക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ ആപ്ലിക്കൻ്റ് ആണ്. അതായത് നിങ്ങൾ ഇൻ കേസ് റെയിൽവേയിൽ വർക്ക് ചെയ്യുകയാണ് എങ്കിൽ ആർ യു ആൻ എംപ്ലോയി ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ചോദിക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കറണ്ട് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ റെയിൽവേയിലല്ല വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാണ്, പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെന്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഈ RRBയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു NOC കൂടെ അപ്ലൈ ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരും കേട്ടോ. അപ്പം NOC കൂടെ അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഈ കറണ്ട് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. നെയിം ഓഫ് ദ കറണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓർ ഓർഗനൈസേഷൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആസ് സച്ച് നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പാരാമെഡിക്കൽ പോസ്റ്റിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് കാണിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്നവർ കൃത്യമായിട്ടുള്ള NOC കാര്യങ്ങളൊക്കെ മേടിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ റീഫണ്ട് ഓഫ് ഫീ. അതായത് നമുക്കറിയാം നമ്മൾ എക്സാമിന്റെ ഫീ അടയ്ക്കുന്നു, അതിനുശേഷം കൃത്യമായിട്ട് നമ്മൾ CBT എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയിൽ കുറച്ച് എമൗണ്ട് അവർ റീഫണ്ട് ചെയ്യും. അപ്പൊ ആ റീഫണ്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് റീഫണ്ട്, അതായത് നമ്മുടെ അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുക. അതുകൂടാതെ അഗെയിൻ ഒന്നുകൂടെ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ വരുന്നതാണ് കേട്ടോ, കൺഫേം റീഫണ്ട് ഫീ അതൊക്കെ വരുന്നതാണ്. കൂടാതെ IFSC കോഡ്, നമ്മുടെ അക്കൗണ്ടിന്റെ IFSC കോഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഡീറ്റെയിൽസ് ഇവിടെ സേവ് ചെയ്ത് പോവുക. നെക്സ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തവരാണ് എങ്കിൽ അവർക്ക് ഓൾറെഡി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സെലക്ഷൻ, ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ഇവിടെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം അതായത് മെട്രിക്കുലേഷൻ ആണോ എന്നുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ബോർഡ് ഏതാണ്, പിന്നെ ഡേറ്റ് ഓഫ് പാസിങ്, റോൾ നമ്പർ എത്രയായിരുന്നു, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ സീരിയൽ നമ്പർ, ഈ കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പൊ നമ്മുടെ മെട്രിക്കുലേഷന്റെ അല്ലെങ്കിൽ 10th ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ BSc നഴ്സിംഗ് ആണോ GNM ആണോ, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് അഗെയിൻ ഇവിടുന്ന് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ BSc നഴ്സിംഗ് ആണോ, ഡിസിപ്ലിൻ എന്തായിരുന്നു, നെയിം ഓഫ് കോഴ്സ് എന്തായിരുന്നു, സ്റ്റേറ്റ് ഏതാണ്, അഗെയിൻ ഡിസ്ട്രിക്ട് ഏതാണ്, നെയിം ഓഫ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതാണ്, ഡേറ്റ് ഓഫ് പാസിംഗ് ഏതാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ പാരാമെഡിക്കലിലൊന്നും എക്സ്പീരിയൻസ് നമുക്ക് നിർബന്ധമല്ല. ആകെ എക്സ്പീരിയൻസ് വേണ്ടത് ഒരു ഡയാലിസിന്റെ ഒരു പോസ്റ്റിന് മാത്രമാണ് എക്സ്പീരിയൻസ് വേണ്ടത്. സോ നമ്മൾ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും വരിക. ബാക്കിയുള്ളവർ, അതായത് നമ്മളൊന്നും ഈ എക്സ്പീരിയൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് ഇല്ല. ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അതായത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം ലൈവ് ഫോട്ടോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് നോക്കിയേ, ഇപ്പം ഈ തന്നിരിക്കുന്നതിന് ഇതുപോലെ, അതായത് ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഫോട്ടോയാണ്, നമ്മൾ ഫേസ് കൃത്യമായിട്ട് കാണുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയാണ് നമുക്ക് ലൈവ് ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിരിക്കണം. അതുകൂടാതെ തന്നെ കൃത്യമായിട്ട് അവർ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് ആ ഒരു കോൺട്രാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഡാർക്ക് കളർ ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഈ ഫോട്ടോ അപ്ലോഡ് സെക്ഷൻ ആണ് വരിക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നോക്കിയേ, ക്യാപ്ചർ ലൈവ് ഇമേജ്, രണ്ടാമത്തേത് ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈൽ. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ലൈവ് ഇമേജ് ക്യാപ്ചർ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ട്, കുറച്ചുകൂടെ ഈസി ആയിട്ട്, പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മൊബൈലിൽ നിന്ന് ഇമേജ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, അതായത് ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരും കേട്ടോ. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു QR കോഡ് ഉണ്ടാവും. ഈ ഒരു QR കോഡ് ഉണ്ടാവും. സോ നമ്മുടെ മൊബൈൽ വെച്ചിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് RRBയുടെ അക്കൗണ്ട് ക്രെഡൻഷ്യൽ, അതായത് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് മൊബൈലിൽ തന്നെ ഈ ഒരു പേജിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ.
അപ്പൊ അവരുടെ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്, അതായത് യു ആർ അലൗഡ് ടു ക്യാപ്ചർ ഓൺലി 3 times within 5 minutes കേട്ടോ. 5 മിനിറ്റിൽ 3 പ്രാവശ്യം മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പിന്നെ അഗെയിൻ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാം റെഡി ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എൻഷുർ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വൈൽ ക്യാപ്ചറിങ് ദ ഫോട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന്റെ മുന്നിലല്ല എങ്കിൽ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന്റെ മുന്നിൽ തന്നെ നിങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, അതായത് ഇപ്പം നമ്മളൊക്കെ ഇവിടെ ചെയ്തത് ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ കേട്ടോ, നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട് പേപ്പർ, അതിലൊരു ഫോൾഡും ഇല്ലാതെ കൃത്യമായിട്ട് നമ്മുടെ ചുവരിൽ പതിപ്പിച്ചതിന് ശേഷം അതിന്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. നെക്സ്റ്റ് പ്ലീസ് പ്രൊസീഡ് ഓൺലി വെൻ യു ആർ റെഡി. അപ്പൊ നമ്മൾ റെഡി ആയതിനു ശേഷം ഈ ഒരു എസ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈവ് ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് കൊടുക്കുക, സോ ദാറ്റ് നമ്മുടെ ഇമേജും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ വന്നോളും. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ആണ്. സിഗ്നേച്ചർ അപ്ലോഡിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നോക്കി, അവർ കൃത്യമായിട്ട് പിക്സൽ പറയുന്നുണ്ട്, നമ്മുടെ ഫോട്ടോയുടെ പിക്സൽ പറയുന്നുണ്ട്, അതുകൂടാതെ ഇമേജ് സൈസ് പറയുന്നുണ്ട്. അതായത് ഇമേജ് സൈസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 30 KB to 49 KB കേട്ടോ. 30 മുതൽ 49 KB ഉള്ളിൽ സൈസ് ഉള്ള ഫോട്ടോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. സോ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്ത് സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. സോ അപ്പൊ നമുക്ക് സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മുടെ ഒരു സിഗ്നേച്ചറിന്റെ ഇമേജ് ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഒരു ഫോട്ടോ എടുക്കാം. അതിന്റെ എന്ത് ചെയ്യാം, ബ്രൗസ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. ബ്രൗസ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടുള്ള ഇമേജ് സൈസ് നമുക്ക് ആവശ്യമാണ്. സോ നമുക്ക് അത് ചെയ്യാനായിട്ട് നമ്മുടെ ഇമേജ് റീസൈസർ കേട്ടോ, ഇമേജ് റീസൈസർ എന്ന് പറയുന്ന സൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാതെ നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. ഈ ഒരു ഇമേജ് റീസൈസർ എന്ന് പറയുന്ന ഈ ഒരു ഹോം പേജിലായിട്ടായിരിക്കും പോവുക. സോ അവിടെ നമ്മൾ 2 കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു പിക്സൽ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതായത് ആദ്യം ഈ റീസൈസ് സെറ്റിംഗ്സിൽ നിന്ന് ഈ ബൈ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുക, അതിൽ പിക്സൽസ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അഗൈൻ വിഡ്ത്തും ഹൈറ്റും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൽ വിഡ്ത്ത് 1400-ഉം ഹൈറ്റ് 600-ഉം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 140-യും 60-യും ആണ് അവർ പറയുന്നത്, പക്ഷേ നമ്മുടെ ഫോട്ടോയുടെ സൈസ് കൂടെ അവിടെ വരുന്നുണ്ട്. അതായത് ഒരു 49 KB ഉള്ളിലുള്ള സൈസ് വേണം, അതുകൂടാതെ 30-ക്ക് താഴെ പോകാനും പാടില്ല. അതുകൊണ്ട് ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു 1400 to 600 ഈ ഒരു പിക്സൽസ് നമ്മൾ വിഡ്ത്തും ഹൈറ്റും നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൈസിൽ തന്നെ നമ്മുടെ സിഗ്നേച്ചർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മുടെ സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അതായത് എലിജിബിൾ പോസ്റ്റ് അല്ലെങ്കിൽ സോൺസ് ടു അപ്ലൈ, അതിൽ നമ്മൾ നമ്മുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പ്ലസ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇങ്ങോട്ട് നമുക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇൻ കേസ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്, ഇപ്പൊ നിങ്ങൾ എലിജിബിൾ ആണ്, ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ആ പോസ്റ്റ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ആ പോസ്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ഇപ്രാവശ്യത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വൺസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഈ ഒരു സ്ക്രീന് കാണാനായിട്ട് കഴിയുക. നെക്സ്റ്റ് നമുക്കൊരു ഡിക്ലറേഷൻ ആണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഐ ഹാവ് എക്സസൈസ് ആൻഡ് ചെക്ക് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ് ഫോർ ദ പോസ്റ്റ് ഐ ആം ഇൻട്രസ്റ്റഡ് ടു അപ്ലൈ. ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ ഈ 2 ഓപ്ഷൻസ് കൂടെ നമ്മൾ കൊടുക്കുക. നമ്മുടെ പ്ലേസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സേവ് ചെയ്യുക, പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഫിൽ ചെയ്ത് ശരിയാണോ എന്നുള്ള ഡീറ്റെയിൽസ് നോക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീ പേയ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എമൗണ്ട് എത്രയാണോ നമ്മൾ പേ ചെയ്യേണ്ടത് അത് ഇവിടെ വന്നിട്ടുണ്ടാവും. സോ നമുക്കത് ഈ ഒരു ലിങ്ക് വഴി പേ വിത്ത് SBI ePay എന്ന് പറയുന്ന ലിങ്ക് വഴി നമുക്ക് പേ ചെയ്യാനായിട്ട് കഴിയും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഫീസ് പേ ചെയ്യാം. ഇതർ കാർഡ് വെച്ചിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPO ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫീസ് പേ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഫീസ് കൂടെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റ് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ഫീ റെസിപ്റ്റ് കയ്യിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ഈ ഒരു പ്രിന്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ആസ് PDF കേട്ടോ, സേവ് ആസ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കിത് PDF ആയിട്ട് നമ്മുടെ ഇതിന്റെ റെസിപ്റ്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കാനും കഴിയും കേട്ടോ, സേവ് ചെയ്ത് വെക്കാനും കഴിയും. സോ നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞു.
ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. സോ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ RRBയിലെ വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ, നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അല്ലെ. അപ്ലൈ ചെയ്യുക, ഇന്റൻസീവായിട്ട് വളരെ കഠിനമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ RRBയുടെ കോഴ്സുകളിലേക്കുള്ള കോച്ചിങ്ങുകൾ നടന്നു വരുന്നു. അപ്പോൾ അതിന്റെ ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പുതിയ ബാച്ചുകളൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട്. സോ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക, അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇൻ കേസ് നിങ്ങൾ ഒരിടത്ത് അഡ്മിഷൻ എടുത്തില്ലെങ്കിലും വളരെ നന്നായിട്ട്, വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. നല്ല ഒരു ജോലിയാണ്, നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വെറുതെ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാതെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.